നമ്മൾ അമ്പലത്തിൽ പോകാറുണ്ടല്ലേ? അമ്പലത്തിൽ എല്ലാവരും പോകും. എല്ലാവരും അമ്പലങ്ങളിൽ ചെന്നിട്ട് ദൈവത്തെ അന്വേഷിക്കുകയാണ്. അമ്പലത്തിൽ ദൈവമുണ്ടോ? അമ്പലത്തിൽ ഈശ്വരനുണ്ടോ? അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ആ തത്വം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അമ്പലത്തിലിരിക്കുന്നത് ദൈവമല്ല, മറിച്ച് എന്താണുള്ളതെന്ന് ഓരോ സനാതന ബോധികളും അറിഞ്ഞിരിക്കണം. അമ്പലത്തിലിരിക്കുന്നത് ദൈവമല്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഇദ്ദേഹം പറയണമെന്ന് ചോദിക്കും. എന്നാൽ ദൈവികതയാണ് അമ്പലത്തിലിരിക്കുന്നത്. അത് മനസ്സിലാക്കാതെയാണ് നമ്മൾ ഓരോരുത്തരും ഈശ്വരനെ തേടി അലയുന്നത്. അപ്പം ദൈവികത എന്ന് പറഞ്ഞാൽ ഒരു ശിവനോ ഒരു കൃഷ്ണനോ ഒരു ദേവിയോ ഒന്നുമല്ല. ആ ദൈവികത ഇരിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമ്മളുടെ മനസ്സിലെ നമ്മളുടെ ചൈതന്യത്തെയാണ് നമ്മൾ ദൈവികത എന്ന് പറയുന്നത്. ഈ ദൈവികതയിലൂടെയാണ് ഓരോ മനുഷ്യൻ്റെയും മോശമായ ചിന്തകളെയും മോശമായ പ്രവൃത്തികളെയും ഒക്കെ ഹനിക്കാൻ കാരണമായിത്തീരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ദൈവസന്നിധിയിലെത്തുമ്പോൾ നിനക്ക് ദൈവികതയില്ല എന്ന് പറയാൻ കാരണം. അപ്പം ദൈവം എന്ന് പറയുന്നത് ഒരു വിഗ്രഹത്തെയല്ല, മറിച്ച് ആ ചൈതന്യത്തെയാണ്.